പ്രിയമുള്ളവരെ, ഞാൻ സുകുമാരൻ നെല്ലിശ്ശേരി ചാനലിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിയിട്ടുള്ളത്. നീലംപേരൂർ പൂരം പടയണി എന്നിവിടെ വളരെ ആർഭാടകരമായി ഈ പ്രദേശത്തെ, ഈ ഗ്രാമപ്രദേശത്തിൻ്റെ, ഈ നീലംപേരൂർ പ്രദേശത്തെ കുട്ടനാടിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാരൂപമായിട്ടും ഓണം കഴിഞ്ഞ് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന അതുപോലെ കാർഷിക വിളയുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്തുകാരൻ തുടങ്ങിവെച്ച, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശം തുടങ്ങിവെച്ച ഒരു വലിയ മഹത്തായ ഒരു ആചാരത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നീലംപേരൂർ പൂരം പടയണി ഇന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് പൂരം പടയണി എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഗ്രാമപ്രദേശത്ത് തുടങ്ങിയത് ഈ കാർഷിക സംസ്കാരത്തിന്റെ, നമ്മളുടെയൊക്കെ മൺമറഞ്ഞു പോകുന്ന കാർഷിക സംസ്കാരത്തിന്റെ വലിയ ഉന്നതമായ ഒരു സംസ്കാരം, ലോക സംസ്കാരത്തിന്റെ, നമുക്കറിയാം നൈൽ നദീതീരങ്ങളിലുമൊക്കെ ലോക സംസ്കാരം പടർന്നു പന്തലിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാരപ്പയിലും മോഹൻജദാരോയുടെയും ഒക്കെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുവന്ന് നമ്മുടെ ഈ കുട്ടനാട്ടിൽ തുടങ്ങിയ, ഈ നീലംപേരൂർ തുടങ്ങിയ പൂരം പടയണി അത് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പൂരം പണിയുടെ സന്ദേശം ഈ പ്രദേശത്ത് നമുക്ക് ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം പങ്കെടുക്കുന്നത് നമുക്ക് പ്രശസ്ത കഥകളി ചുട്ടി നടൻ ആയ നീലംപേരൂർ ജയൻ ഉണ്ട്. അതുപോലെ തന്നെ ശ്രീ മൈത്രി ഗോപികൃഷ്ണൻ, സാംസ്കാരിക പ്രവർത്തകനായ ശ്രീ മൈത്രി ഗോപികൃഷ്ണൻ, പിന്നെ ഗായകനായ ശ്രീ KD പുരുഷോത്തമൻ, ഇവരൊക്കെ ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് ഇന്ന് പൂരം പടയണി, നമുക്കറിയാം പൂരം പടയണിയുടെ പ്രശസ്തി അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് തുടങ്ങി വെച്ചതാണ്. അതുപോലെ തന്നെ ചേരമാൻ പെരുമാളിന്റെ കാലത്താണ് ഇത് തുടങ്ങിയത്. ആ ചേരമാൻ പെരുമാളിന്റെ കാലത്തോടെ ചേരമാൻ പെരുമാളിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള രാജാവിന്റെ പ്രശസ്തിയുമൊക്കെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന രീതിയിലുള്ള എല്ലാ പൂരം പടയണിക്ക് ഇന്ന് ഒരുങ്ങി നിൽക്കുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള പടയണിക്കുള്ള അതുപോലെ അന്നങ്ങളും കോലങ്ങളുമെല്ലാം ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓണത്തോടനുബന്ധിച്ച് തന്നെ തുടങ്ങിയിരിക്കുന്ന ഔട്ടം മുതല് 16 ദിവസം തുടർച്ചയായിട്ട് ആചാരമര്യാദകൾ അനുസരിച്ച് ഔട്ടം മുതല് 16 ദിവസം ആഘോഷ പരിപാടിയായിട്ട് ഈ പ്രദേശത്തുകാരിത് കൊണ്ടാടുകയാണ്. ഇതെല്ലാം നമ്മളെ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള ഈ കലാവിരുന്ന് ഇവരെ നമ്മുടെ ടൂറിസ്റ്റുകളെ തന്നെ ആകർഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു രീതിയായിട്ട് ഈ പ്രദേശം ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ്. ഇന്ന് പൂരം നാളിലാണ് ഈ പടയണി ഇന്ന് സമാപിക്കുന്നത്. ഇത് പൂരം പടയണി ഇവിടെ സമാപിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇന്ന് രാത്രി എത്ര മണി വരെയാണ്? വെളുപ്പിന് 2:30 വരെ ഇന്ന് ഇവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ ഉറങ്ങുകയില്ല. അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഈ പ്രദേശത്ത് നിന്ന് വിവാഹം കഴിച്ച് പോയിട്ടുള്ളവരും അവരുടെ ബന്ധുക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാം ഈ പ്രദേശത്ത് കഴിഞ്ഞ് 2-ആഴ്ചയായിട്ട് തന്നെ അവരെല്ലാം ഇവിടെയുണ്ട്. ഈ പൂരം പടയണി കാണാനായിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. പൂരം പടയണിയുടെ സന്ദേശം ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രദേശത്തെ തീർച്ചയായും ടൂറിസ്റ്റുകളെ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ പ്രദേശത്തിന്റെ പ്രശസ്തി ലോക ശ്രദ്ധയിലേക്ക്, ലോക ഭൂപടത്തിലേക്ക് നമ്മുടെ നീലംപേരൂർ പടയണി തീർച്ചയായും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകളെ കൂടെ ഈ പ്രദേശത്ത് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം. താങ്ക് യു. അടുത്ത് ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തുകാരനെ കൂടിയായ സാംസ്കാരിക പ്രവർത്തകൻ മൈത്രി ഗോപികൃഷ്ണന്റെ അദ്ദേഹം തിരികെ 2 വാക്ക് സംസാരിക്കും. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ നാട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിന്റെ കിഴക്കേ അറ്റം, കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറാണ്. ഇത് ഈ കുട്ടനാടിന്റെയും നീലംപേരൂരിന്റെയൊക്കെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് തോളോട് ചേർന്ന് നടത്തുന്ന ഈ സാംസ്കാരിക ദൈവികമായ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത് ഈ നാട്ടുകാർക്കും മറു നാട്ടുകാർക്കും എന്നും സന്തോഷമുളവാക്കുന്ന മഹത്തായ ഒരു പദ്ധതിയാണ്. എൻ്റെ വീട് ഇവിടുന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ്റമാടി ഈരയിലാണ്. ഇതുപോലുള്ള
സാംസ്കാരിക പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രസംഗങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമമാണ്, കൃത്യമാണ്. ആ ചുമതല നിർവഹിക്കുവാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്ഷേത്രം ബന്ധപ്പെട്ട ചരിത്രങ്ങളുമൊക്കെ അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചേരമാൻ പെരുമാളിന്റെ ജീവിതവും കാലഘട്ടവും ആ ചേരമാൻ പെരുമാൾ ഇവിടെ വരാനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളും പള്ളി ഭഗവതി ക്ഷേത്രം എന്ന പള്ളി എന്ന പേരുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ സംസാരിച്ചാൽ തീരുന്ന വിഷയമില്ല. തൽക്കാലം ഞാൻ ഇഷ്ടം നടത്തുന്നു. ഏതായാലും ഈ നാട്ടിലെ ഈ സാംസ്കാരിക ഉത്സവം അനേക നാൾ നീണ്ടുപോകണം. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഇവിടെയുള്ളതെല്ലാം സഹോദര ധർമ്മം മാത്രമാണ്. നമുക്ക് ഈ സഹോദര ധർമ്മമാണ് മുന്നോട്ട് പോകേണ്ടത്. ഭാരതത്തിന്റെയും കേരളത്തിന്റെയും നീലംപേരിന്റെയൊക്കെ ആവശ്യം. നന്ദി, നമസ്തേ. പ്രശസ്ത കഥകളി ചുട്ടി നടൻ ആയ ചുട്ടി ആർട്ടിസ്റ്റായ ശ്രീ നീലംപേരൂർ ജയൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ നമ്മളുടെ നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പടയണിയുടെ സംബന്ധിച്ച് ആനുകാലികമായ അതുപോലെ ആചാര മര്യാദകളെ സംബന്ധിച്ചുമൊക്കെ ശ്രീ നീലംപേരൂർ ജയൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ സംസാരിക്കും. മൈക്ക് കൊടുത്തോ. അവിട്ടം മുതൽ പൂരം നക്ഷത്രം വരെ 16 ദിവസം കൊണ്ടാടുന്ന ഒരു ഗ്രാമീണ കാർഷിക കലോത്സവമാണ് ഞങ്ങൾ ഈ നാട്ടിൽ. പ്രകൃതിയിൽ നിന്ന് എടുത്ത വിഭവങ്ങൾ പ്രകൃതിക്ക് വളമായിട്ട് ചേരുന്ന തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നത്. അതായത് ഒരു സാധനം വേസ്റ്റുള്ള സാധനങ്ങൾ അത് പ്രകൃതിക്ക് വളമായിട്ട് ചേർക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പഠനം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ 2-3 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഈ 16 ദിവസം കഷ്ടപ്പെടുന്നത്. അതിൻ്റെ സന്തോഷം ഇന്ന് ഇത് പണി തീർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിക്കുന്നു. ജാതിയില്ല, മതമില്ല, കുട്ടിയില്ല, വലിയവരില്ല, മുതിർന്നവരില്ല, ഒരു വ്യത്യാസവുമില്ല. ആർക്കും പങ്കെടുക്കാം. ഒരു തരത്തിലും ഒരു വ്യത്യാസം പ്രകൃതി മനോഭാവം ഇല്ലാത്ത ഒരു നാടാണ് പൂരം പണിയണിയെ സംബന്ധിച്ചുള്ളത്. മാവേലി നാട് വാണിടും കാലം ഓണത്തിന് വരുന്നുണ്ടെങ്കിൽ നിലമ്പേരുന്ന് പൂരം കഴിഞ്ഞാൽ മാവേലി പോകുന്നു. ആ രീതിയിലാണ് ഇവിടുത്തെ സംസ്കാരം. 4 ഘട്ടമായിട്ടാണ് ഞങ്ങളുടെ പൂരം പടയിൽ നടക്കുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് പറഞ്ഞ പോലെ മരപ്പണി ഞങ്ങളുടെ കാർപ്പൻ്റർ സഹോദരന്മാർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കലാകാരന്മാർ അതിനെ അഴകാർന്ന രൂപത്തിൽ മെനഞ്ഞെടുക്കുന്നു. അപ്പം കൗമാരമാവും. കൗമാരം കഴിഞ്ഞാൽ യൗവനത്തിൻ്റെ പണിയാണ് ഇനി നടക്കുന്നത്. യൗവനത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങളതിനെ കൊണ്ടാടുന്നു. ഇത് കഴിഞ്ഞാൽ ഇത് ഉറങ്ങിത്തുടങ്ങുന്നു, വാർദ്ധക്യമാകുന്നു. വാർദ്ധക്യ മരിക്കും. ആ സാധനം നമ്മൾ നടക്കുന്നത് പോലെ ഞങ്ങൾ കത്തിച്ചു കളയും. അത് പ്രകൃതിയോടും മണ്ണിനോടും വളമായിട്ട് ചേരും. അങ്ങനത്തെ ഒരു ഉത്സവമാണ് ഞങ്ങൾ കൊണ്ടാടുന്നത്.